യൂട്യൂബ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പ്രഷർ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള പ്രഷറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് യൂട്യൂബ് മാനോമീറ്റർ. നമുക്കിവിടെ കാണിച്ചിരിക്കുന്നതാണ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഒരു ഫിഗറാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, നമുക്കൊരു യൂട്യൂബ് മാനോമീറ്റർ ഒരു പൈപ്പുമായിട്ട്, സോ ബി എന്ന് പറയുന്ന ഒരു പൈപ്പ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നു. ആ ബിയിലുള്ള പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ലിക്വിഡിനുണ്ടാകുന്ന ലിക്വിഡ് റൈസിൻ്റെ വേരിയേഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഇവിടെ കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് എബോവ് ദ ഡേറ്റം ലൈൻ, ഇവിടെ ഡേറ്റം ലൈൻ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഡേറ്റം ലൈൻ ഉണ്ട്. അതിൽ ഈ ലൈന് മുകളിൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലിംബ്, യൂട്യൂബിന്റെ റൈറ്റ് ലിംബാണ് H2 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് മെർക്കുറി എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ എസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ്. ഇപ്പോൾ നമ്മുടെ പൈപ്പിനുള്ളിലുള്ള ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ അത് അതാണ് S1 എന്ന് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് മാനോമീറ്ററിനുള്ളിൽ യൂട്യൂബിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതാണ്? മെർക്കുറിയാണ്. ആ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി S2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ദെൻ നമുക്ക് ഇവിടുത്തെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റിനെ 1000 കൊണ്ട്, അല്ലെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മെർക്കുറിയുടെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തെയും നമ്മൾ പ്രഷർ വേരിയേഷൻ നമ്മൾ എഴുതുകയാണ്. ഫസ്റ്റ് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എത്രയാണ്, റൈറ്റ് ലിംബിലെ പ്രഷർ എത്രയാണ് എന്നുള്ളതിന്റെ വേരിയേഷൻ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബി പ്ലസ് ഇവിടുത്തെ ഉണ്ടാകുന്ന ലിക്വിഡ് റൈസ് റോ ജി എച്ച്, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതുന്നു. റൈറ്റ് ലിംബിലെയും നമ്മൾ അതേപോലെ തന്നെ റോ ജി H2 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് അതിനകത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഷർ കണ്ടുപിടിക്കുന്നു. സോ ഇക്വേഷൻ എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തുനിന്ന് പ്രഷർ മാത്രം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ പ്രോബ്ലം അത് നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. പ്രോബ്ലം നമുക്കിവിടെ ഇവിടെ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന, അതായത് പൈപ്പിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. അതുപോലെ തന്നെ അതിന്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു 0.9 ഇൻറ്റു 1000 ആണ്. പിന്നെ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. അതിന്റെ ഡെൻസിറ്റി 13.6 ഇൻറ്റു 1000 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ അതിന്റെ ഹൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് H2. സോ ഇത് ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. H2, ദെൻ അത് സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരിക്കും? നമ്മുടെ ഈ ഡേറ്റം ലൈനിൽ കഴിഞ്ഞിട്ട്, അതായത് ഇവിടുന്ന് ബി എന്ന് പറയുന്ന ഈ പോയിന്റ് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ളതാണ് 12. സോ 20 - 12 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പൈപ്പിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ റൈസ് മാത്രം നമുക്ക് കിട്ടും. സോ അത് നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ എന്താണ്? പി പ്ലസ് റോ 1 ഇൻറ്റു GH1 ഈസ് ഈക്വൽ ടു റോ 2 ഇൻറ്റു GH2 എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ്. സോ ഇക്വേഷനകത്തുനിന്ന് പി നമുക്ക് അറിയത്തില്ല, പി നമ്മൾ അതുപോലെ തന്നെ എഴുതി. പിന്നെ റോ 1 G ഇൻറ്റു H1 എന്നുള്ളത്, റോ 1 നമ്മളോട് കണ്ടുപിടിച്ചു 900 ഇൻറ്റു 9.81. ജി ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് 9.81 ഇൻറ്റു H1 0.08 ഈസ് ഈക്വൽ ടു 13.6. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കിട്ടും ഇൻറ്റു 9.81 ഇൻറ്റു 0.2. സോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പി മാത്രമാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. പി നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതേപോലെ തന്നെയാണ് തൊട്ട് താഴത്തെ പ്രോബ്ലവും കിടക്കുന്നത്. അത് ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ.